ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ആരോഗ്യപ്രദമായ കേൽ ലീവ്സ് കൊണ്ട് എങ്ങനെ നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് തോരന് ആവശ്യമുള്ള അരപ്പരച്ച് വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, ഇത്രയും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് ചേർത്ത് ഉഴുന്നെല്ലാം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയെല്ലാം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയ ശേഷം ഞാൻ കെയിൽ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെയിൽ ലീവ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്ന കെയിൽ ലീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മുഴുവനെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഈ തണ്ട് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, തണ്ട് കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും ഞാൻ ഏകദേശം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് അടച്ചു വെച്ച് കൂടി വേവിക്കുന്നുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കെയിൽ ലീവ്സ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഇത് ചീരയൊക്കെ പോലെ ഒരുപാട് വെള്ളം ഇറങ്ങുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് വാടി വരുന്നൊരു ലീഫല്ല, നല്ലൊരു പാകത്തിൽ കിട്ടും. വളരെ ആരോഗ്യപ്രദമായ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ളൊരു ക്യാബേജിൻ്റെ വർഗ്ഗത്തിൽ പെട്ടുന്ന ഒരു ലീഫാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ സാധാരണ മുരിങ്ങയില തോരനോ ചീരത്തോരനോ ഒക്കെ കഴിക്കുന്ന പോലെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.